പവിത്രമായ മുഹറം മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. മുഹറം മാസത്തിലാണ്, അതല്ലെങ്കിൽ മുഹറം മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മാസങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മുഹറം അടക്കമുള്ള ചില മാസങ്ങൾ പ്രത്യേകം പവിത്രമാണെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനമാണ് ഞാൻ ഓതിവെച്ചത്. അല്ലാഹു പറയാൻ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ, നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിനം തന്നെ 12 മാസങ്ങൾ എന്ന നിലയിലാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസം പ്രത്യേകമായ പവിത്രതയുള്ള മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഋജുവായ ശരിയായ മതമെന്ന് പറയുന്നത്. 12 മാസങ്ങൾ, ആ 12 മാസങ്ങളിലെ പവിത്രമായ 4 മാസങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശരിയായ ഋജുവായ മതമെന്ന് പറയുന്നത്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് യാതൊരു അതിക്രമവും ചെയ്തേക്കരുത്. അത് യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ, നിങ്ങൾക്ക് ആ 4 മാസങ്ങൾ പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളാണ്. എന്നാൽ നിങ്ങളോട് ബഹുദൈവ വിശ്വാസികൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കൽ നിവൃത്തിയില്ലാത്ത കാര്യമായി മാറും. അതുകൊണ്ട് അവർ നിങ്ങളോട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ടും പ്രതിരോധിക്കാവുന്നതാണ് എന്ന് അല്ലാഹു തആല അതിന്റെ കൂടെ ചേർത്തി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം, നിശ്ചയം അല്ലാഹു തആല തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ്, സൂക്ഷ്മതയുള്ള ആളുകളുടെ കൂടെയാണ്. അതുകൊണ്ട് ഈ പവിത്ര മാസങ്ങളുടെ മഹത്വം ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. 4 പവിത്രങ്ങളായ മാസം, പവിത്രമായ 4 മാസങ്ങൾ, അതിലൊന്ന് മുഹറമാണ്, മറ്റൊന്ന് റജബാണ്, മറ്റൊന്ന് ദുൽഖഅദയും ദുൽഹിജ്ജയുമാണ്. ഇതാണ് പവിത്രമായ 4 മാസങ്ങൾ എന്ന് പറയുന്നത്. മുഹറം പവിത്രമാണെങ്കിൽ മുഹറമിലെ 2 ദിവസങ്ങൾ പ്രത്യേകം പവിത്രതയുള്ള 2 ദിനങ്ങളാണ്. അതിലൊന്ന് താസുവാഉം മറ്റൊന്ന് ആഷുറാഉമാണ്. താസുവാ എന്ന് പറഞ്ഞാൽ മുഹറം 9-ാമത്തെ ദിവസമാണത്. ആഷുറാ എന്ന് പറഞ്ഞാൽ മുഹറം 10-ാമത്തെ ദിവസമാണ്. ആ 2 ദിവസങ്ങളും പ്രത്യേകം പവിത്രതയുള്ള 2 ദിവസങ്ങളാണ്. താസുവായിന്റെയും ആഷുറായിന്റെയും ചരിത്രം പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, എല്ലാ മുഹറമിലും നമ്മൾ പറയാറുള്ളതാണ്. പക്ഷേ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ആ ചരിത്രത്തെ വിശകലനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ദൗത്യം വ്യക്തമാവുന്ന രീതിയിൽ മുഹറം 9-ന്റെയും 10-ന്റെയും ചരിത്രം വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകനായ മൂസാ അലൈഹിസ്സലാമയുടെ വിമോചന പോരാട്ടങ്ങൾക്ക് വിജയം കാണുകയും മർദ്ദകനായ ഫറോവയിൽ നിന്ന് ഇസ്രായേല്യരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിനമാണ് മുഹറം 10 എന്ന് പറയുന്നത്. മുഹറം 10-ന്റെ ചരിത്രം ആ രീതിയിലാണ് നമ്മൾ അനുസ്മരിക്കേണ്ടതും ആ ചരിത്രാൻ അനുസ്മരണത്തോടൊപ്പമാണ് മുഹറം 9-നും 10-നും നമ്മൾ നോമ്പെടുക്കേണ്ടത്. മുഹറം 10-നാണ് ഏകാധിപതിയായ ഫറോവയെ അല്ലാഹു തആല നശിപ്പിച്ചതും മൂസാ അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തിയതും. അതുകൊണ്ട് മുഹറം 10 മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യ ദിനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. മൂസാ പ്രവാചകനോടും ചരിത്രത്തിലെ പീഡിത വിഭാഗമായ അന്നത്തെ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയുടെ അനുയായികളായിരുന്ന ഇസ്രായേല്യരോടുമുള്ള ഐക്യദാർഢ്യം മാത്രമല്ല, നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ്
യഥാർത്ഥത്തിൽ മുഹറം 10. മുഹറം 10 ആ നിലയ്ക്കെല്ലാം കാണുവാനും അനുസ്മരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ലോകത്തുള്ള മർദ്ദിത സമൂഹങ്ങളോട് മുഴുവനുമുള്ള ഐക്യദാർഢ്യമാണ് മുഹറം 10 എന്ന് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പരാമർശിച്ച പ്രവാചകന്റെ പേര് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ പേരാണ്. 136 തവണയാണ് ഖുർആനിൽ മൂസ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൂസ അലൈഹിസ്സലാമയുടെ പ്രതിയോഗിയായിട്ടുള്ള ഫറവോനെ സംബന്ധിച്ച് 71 പ്രാവശ്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫറോവ അതല്ലെങ്കിൽ ഫിറഔൻ എന്ന പേര് 71 പ്രാവശ്യം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ധാരാളമായിട്ട് പറഞ്ഞ ചരിത്രമാണ് ഇസ്രായേലിയരുടെ ചരിത്രം, ബനു ഇസ്രായേലിന്റെ ചരിത്രം, മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം, അവരുടെ എതിരാളികളായ ഫറോവയുടെ ഖിബ്തികളുടെ കോപ്റ്റുകളുടെ ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രത്തിന്റെ വർത്തമാനകാല സമൂഹങ്ങളുടെ, വിശേഷിച്ചും ബഹുസ്വര സമൂഹങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗങ്ങളുടെ വർത്തമാനങ്ങളുമായിട്ട് വലിയ ബന്ധം ഉള്ളത് കൊണ്ടാവാം ആ ചരിത്രം ഇത്രയധികം ഖുർആൻ ആവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പക്ഷെ ഇന്ത്യയടക്കമുള്ള ബഹുസ്വര സമൂഹങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാനുള്ള ദൗത്യമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഈജിപ്തിൽ മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയ്ക്ക് നിർവഹിച്ച ദൗത്യത്തിന് സമാനമാണ്. ഉത്തരവാദിത്തം സമാനമാണ്. മൂസാ പ്രവാചകന്റെ ഉത്തരവാദിത്തത്തിന് സമാനമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവില്ല. അത് തന്നെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. മുഹറം 9-ന്റെയും 10-ന്റെയും ചരിത്രത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അനുസ്മരിക്കുന്നതിനുള്ള പ്രത്യേകമായ പ്രാധാന്യം അത് തന്നെയാണ്. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയ്ക്ക് 3 ദൗത്യങ്ങളായിരുന്നു ആ സമൂഹത്തിൽ നിർവഹിക്കാനുണ്ടായിരുന്നത്. ഒന്നാമത്തെ ദൗത്യമെന്ന് പറയുന്നത് അമുസ്ലിങ്ങളായ ഖിബ്തികളിൽ, കോപ്റ്റുകളിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്ന ദൗത്യമായിരുന്നു. 2 പാരമ്പര്യ സമുദായമായ ഇസ്രായേല്യരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും തെറ്റായ ജീവിത രീതികളിൽ നിന്നും സംസ്കരിച്ചുകൊണ്ട് ശരിയായ തൗഹീദി ബോധമുള്ളവരാക്കി മാറ്റുക എന്നതായിരുന്നു മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ 2ാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. 3ാമത്തെ ദൗത്യം ഫറോവയുടെ ഏകാധിപത്യത്തിൽ നിന്നും അടിമത്യത്തിൽ നിന്നും ഇസ്രായേല്യരെ വിമോചിപ്പിച്ചുകൊണ്ട് ശരിയായ നീതിപൂർവമായ ഒരു സാമൂഹിക ക്രമത്തിന് അസ്ഥിവാരമിടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതായിരുന്നു. ഈ പ്രബോധന വിമോചന സംസ്കരണ ദൗത്യമാണ് ഇന്ത്യയടക്കമുള്ള ബഹുസ്വര സമൂഹങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് നിർവഹിക്കാനുള്ളത് എന്നുള്ളതാണ്. ഒന്ന്, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായങ്ങൾക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം കഴിവിന്റെ പരമാവധി സൂക്ഷ്മമായി പ്രബോധനം ചെയ്യുക, ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സഹോദര സമുദായങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രബോധനമാവുന്ന ദൗത്യം, അതാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ള 1ാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. 2 പാരമ്പര്യ സമുദായത്തിൽ കടന്നുകൂടിയ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും മുതലാളിത്ത ധാരാളിത്ത ലിബറൽ ജീവിതത്തിൽ നിന്നും അവരെ സംസ്കരിക്കുക എന്ന് പറയുന്ന സംസ്കരണ ദൗത്യം. 3ാമത്തെ ദൗത്യം ഫാസിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ വിമോചിപ്പിച്ചുകൊണ്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളാവുക എന്നുള്ളതാണ്. ഫാസിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളിത്തം നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് 3ാമത്തെ ദൗത്യമെന്ന് പറയുന്നത്. ഈജിപ്തിൽ മേൽപ്പറഞ്ഞ ദൗത്യ നിർവഹണം വിജയം കാണുകയും ഏകാധിപതിയായ ഫറോവയെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്ത ദിനമാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഫറോവയുടെ ശൈലിയിലുള്ള ഏകാധിപത്യ സമഗ്രാധിപത്യ ഭരണമാണ് ഫാസിസ്റ്റുകൾ ഇന്ത്യയിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയായിരുന്ന ഫിർഔന്റെ ഭരണത്തിന്റെ മുഖമുദ്ര എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹു പറയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. നിശ്ചയം ഫിർഔൻ അതിക്രമകാരിയായി ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും
തന്റെ പൗരന്മാരെ അതല്ലെങ്കിൽ ഭരണീയരെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി തരംതിരിക്കുകയും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുകയും അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ അങ്ങേയറ്റം മടിച്ചമർത്തുകയും അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അതുപോലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇപ്രകാരം ക്രൂരമായ വിഭാഗീയമായ വർഗീയമായ ഭരണമായിരുന്നു ഫിറഔൻ ഈജിപ്തിൽ കാഴ്ചവെച്ചതെന്ന് ഖുർആൻ പറയാം. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, നിശ്ചയം ഫിറഔൻ അതിക്രമകാരിയായിരുന്നു. തന്റെ ജനത കാറ്റുകളെന്നും ഇസ്രയേലിനെന്നും തരംതിരിച്ചുകൊണ്ട് ഇസ്രയേലിനെ അടിച്ചമർത്തുവാനും മറുകൊല ചെയ്യുവാനുമുള്ള എല്ലാ അവസരങ്ങളും കാറ്റുകൾക്ക് നൽകുകയായിരുന്നു ഫറോവ. ഇതേ വംശീയതയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസം ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. MS ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്ത് സമയം കളയണ്ട. രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത്. അതിലൊന്നാമത്തേത് മുസ്ലിമാണ്, രണ്ടാമത്തേത് ക്രിസ്ത്യാനിയും, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവുമെല്ലാം എടുത്തു കളയാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും ഇതേ വംശീയതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീക്കങ്ങളാണ്. ബുൾഡൗസർ രാജ്യത്ത് ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ അതിക്രൂരമായിട്ടുള്ള വംശഹത്യകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാമാണ് ഫിറഔന്റെ അക്രമങ്ങൾക്ക് സമാനമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വംശീയമായ വർഗീയമായ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നാൽ ഈ വംശീയതയെ വംശീയത കൊണ്ട് അതല്ലെങ്കിൽ വർഗീയതയെ വർഗീയത കൊണ്ട് പ്രതിരോധിക്കാനല്ല ഖുർആൻ ആവശ്യപ്പെടുന്നത്. മറിച്ച് ഖുർആൻ പറയുന്നത് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയോട് അല്ലാഹു പറയുന്ന വാചകങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ബഹുസ്വര സമൂഹങ്ങളിൽ ഉടനീളമുള്ള വിശ്വാസികളെ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം മനോഹരമായിട്ട് ക്ഷമാപൂർവം എത്തിച്ചു കൊടുക്കുക. ആ ദൗത്യമായിരുന്നു പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയോട് അല്ലാഹു ഏൽപ്പിച്ചത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തആ. നിശ്ചയം നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. മൂസാ അലൈഹിസ്സലാമയോട് അല്ലാഹു പറയാണ്, ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഫിർഔനോട് ചോദിക്കണം, പറയണം, താങ്കൾ സംസ്കൃതനാവണം, അതല്ലെങ്കിൽ താങ്കൾക്ക് ജീവിതത്തിൽ വിശുദ്ധി കൈകൊള്ളാൻ സമയമായില്ലേ? വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷാ, താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് താങ്കളെ ഞാൻ ആനയിക്കാം എന്ന് ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയണം. അത് കഠിനമായ ഭാഷയിലല്ല പറയേണ്ടത്, സൗമ്യമായ ശൈലിയിൽ പറയണം എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. മൂസാ അലൈഹിസ്സലാമയോടും ഹാറൂൻ നബിയോടും പറയാണ്, ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. നിശ്ചയം ഫിർഔൻ അതിക്രമകാരിയായിരിക്കുന്നു. പക്ഷേ ഫിർഔനോട് ഫിർഔന്റെ ഭാഷയിലല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ, സൗമ്യമായ ഭാഷയിൽ നിങ്ങൾ ഫിർഔനോട് സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, ഫിർഔൻ ഉത്ബുദ്ധനായെങ്കിലോ ഫിർഔൻ അല്ലാഹുവിനെ ഭയപ്പെട്ടെങ്കിലോ. അതാണ് സഹോദരങ്ങളെ ദഅവത്താകുന്ന ദൗത്യമെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സന്ദേശം സഹോദര സമുദായങ്ങൾക്ക് കാറ്റുകൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് അല്ലാഹു തആല മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയോട് പറഞ്ഞത്. ആ ദൗത്യം ഭംഗിയായിട്ട് മൂസാ പ്രവാചകൻ നിർവഹിച്ചപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഫിർഔന്റെ ആളുകളിൽ തന്നെ ഇസ്ലാമിനും മൂസാ പ്രവാചകനും അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്തു എന്ന് ഖുർആൻ പറയാണ്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യഖ്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്. വിശ്വാസിയായ ഒരു മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ആലി ഫിർഔനിൽപ്പെട്ട ഖിബ്തുകളിൽപ്പെട്ട വിശ്വാസിയായ ഒരു മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കുകയാണോ, വധിക്കാൻ ശ്രമിക്കുകയാണോ? മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ വധിക്കാൻ വേണ്ടിയുള്ള ഫിർഔന്റെ ശ്രമങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ആരാണ്
ചോദ്യം ചെയ്യുന്നത്. ആല് ഫിർഔനിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദ്യം ചെയ്തു എന്നാ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിങ്ങളിലും അതല്ലെങ്കിൽ ഇന്ത്യയിലും സംഭവിക്കേണ്ടത് അതാണ്. ഈ രാജ്യത്തെ സഹോദര സമുദായങ്ങൾ, ഈ രാജ്യത്തെ ഫാസിസം അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യ മർദ്ദക ഭരണത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദിക്കുന്ന ഒരു കാലം വരണമെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം എന്താണെന്ന്, ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ, ഇസ്ലാമിന്റെ സഹിഷ്ണുതയുടെ അതിമനോഹരമായ സന്ദേശം എന്താണെന്ന് സഹോദര സമുദായങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ ദൗത്യമെങ്കിൽ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ ദൗത്യം അവിടെയും അവസാനിക്കുന്നില്ല. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് മൂസാ പ്രവാചകൻ ഈജിപ്തിൽ നിർവഹിച്ച ഉത്തരവാദിത്വത്തിൽ ഒന്നാമത്തെ ഒരു ദഅവത്താണ് നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. പക്ഷേ കേവലം ദഅവത്ത് മാത്രമല്ല, ഇസ്രായേല്യരുടെ വിമോചനത്തിന് വേണ്ടിയും ധൈര്യസമേതം മൂസാ അലൈഹിസ്സലാം ശബ്ദിച്ചു. ഇസ്രായേല്യരുടെ വിമോചനത്തിന് വേണ്ടി മർദ്ദകനായ, ക്രൂരനായ, അക്രമിയായ ഭരണാധികാരിയുടെ പീഡനങ്ങളിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിമോചനം സാധ്യമാവണം, അതിനുവേണ്ടിയുള്ള ശബ്ദമായിരുന്നു മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം രണ്ടാമതായിട്ട് ഉയർത്തിയത്. ഫഅർസിൽ മഅനാ ബനി ഇസ്രായീല വലാ തുഅദ്ദിബുഹും, ഇസ്രായേൽ മക്കളെ എന്റെ കൂടെ നീ നിയോഗിക്കണം. ഫിർഔൻ, താങ്കൾ ഇസ്രായേൽ മക്കളെ എന്റെ കൂടെ നിയോഗിക്കണം. വലാ തുഅദ്ദിബുഹും, ഒരു തരത്തിലുള്ള പീഡനങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഈ വിമോചന ദൗത്യം സഹോദരങ്ങളെ ഇന്ത്യയിൽ നമുക്കും നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ദളിതർ, ആദിവാസികൾ, മുസ്ലിങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്നിങ്ങനെയുള്ള രാജ്യത്തെ പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം ഈജിപ്തിൽ നിർവഹിച്ച ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ദൗത്യമെന്ന് പറയുന്നത്. ദളിതർ, ആദിവാസികൾ, മുസ്ലിം, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്നിങ്ങനെയുള്ള രാജ്യത്തെ പീഡിത മർദ്ദിത ജനകോടികൾക്ക് വേണ്ടി നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയെ മുൻനിർത്തി രാജ്യനിവാസികളുടെ തുല്യാവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി ശബ്ദിക്കുക എന്നത് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. സഹോദരങ്ങളെ, ഇസ്രായേലിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളായിരുന്നു മൂസാ പ്രവാചകൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദൗത്യം ഇസ്രായേലിലുള്ള കിബുത്തുകളുടെ പ്രബോധന ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദൗത്യം ബനൂ ഇസ്രായേലിനെ സംസ്കരിക്കുക എന്ന ബനൂ ഇസ്രായേലിനെ ഈ പറയുന്ന ഫിർഔനിൽ നിന്നും വിമോചിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ദൗത്യമെങ്കിൽ, മൂന്നാമത്തെ ദൗത്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ അതായിരുന്നു മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച മൂന്നാമത്തെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. നിരവധി ശിർക്കൻ വിശ്വാസങ്ങൾക്ക് അടിപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇസ്രായേലിയർ. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അവര് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസാ, ഇവർക്കൊക്കെ ധാരാളം ദിവ്യന്മാരുള്ളതുപോലെ, ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹുകളെ, ദിവ്യന്മാരെ നീ നിശ്ചയിച്ചു തരണം. നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ജനത ഈ ചോദ്യം ഉന്നയിച്ചപ്പോ മൂസാ അലൈഹിസ്സലാം അവരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചില്ല, മറിച്ച് അവരുടെ അജ്ഞത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹുവിന്റെ ശക്തി എന്താണെന്ന് ശരിയാവണ്ണം അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിശ്ചയം നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയായി മാറിയല്ലോ. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ദിവ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ദിവ്യന്മാരെ നിശ്ചയിച്ചതാ എന്ന് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയോട് അവർ പറഞ്ഞപ്പോഴും പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം അവരോട് സംസാരിക്കുന്ന ഒരു ശൈലിയും നമ്മൾ കേൾക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിശ്ചയം നിങ്ങൾ വിവരമില്ലാത്ത ജനതയായി മാറിയല്ലോ. ഇന്ന ഹൗലായി മുതബ്ബറുൻ മാ ഫീഹി വബാത്തിലുൻ മാ കാനൂ യഅമലൂൻ, നിങ്ങൾ ഒരു ജനതയുടെ ആരാധന നോക്കി അവർ ഒരുപാട് ദിവ്യന്മാരെ ആരാധിക്കുന്നത് നോക്കിക്കൊണ്ട് ഞങ്ങൾക്കും ദിവ്യന്മാരെ വേണമെന്നാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന ഹൗലായി മുതബ്ബറുൻ മാ ഫീഹി വബാത്തിലുൻ മാ കാനൂ യഅമലൂൻ, ഈ ജനത അവരുടെ ചെയ്തികൾ കാരണം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാണ്. ഖാല അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫല്ലലകും അലൽ ആലമീൻ, ലോകരിൽ നിന്നെല്ലാം നിങ്ങളെ ശ്രേഷ്ഠമാക്കിയ പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവനെ വിട്ടുകൊണ്ടാണോ നിങ്ങൾ വേറെ ദൈവങ്ങളെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അള്ളാഹു
അള്ളാഹുവിലേക്ക് തന്നെ അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ ജനത, ഇസ്രായേൽ ജനത, ആ ബനു ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങളിലേക്ക് വരണം. സഹോദരങ്ങളെ, ഇന്ത്യയിലേക്ക് വരണം. ഔലിയാക്കളോടും കബറാളികളോടും പാരമ്പര്യ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മഹാന്മാരെ വലിയെന്ന പദവിയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് ഗൗസും കുതുബുമായി കാണുന്നു. ലോകം തന്നെ നിയന്ത്രിക്കുന്ന മഹാന്മാരാണെന്ന് അടുത്ത കാലത്ത് വന്ന ചില ഓൺലൈൻ പ്രഭാഷകർ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം സമുദായത്തെ അകറ്റാനുള്ള ശക്തമായ ബോധവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടാവണം. അതാണ് സംസ്കരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. പക്ഷെ അബദ്ധങ്ങളുടെ പേരിൽ ആളുകളെ മുശ്രിക്കാക്കുകയല്ല, ആളുകളിൽ കുഫ്ർ മുദ്ര വെക്കുകയല്ല, കാഫിറാക്കുകയല്ല തൗഹീദിന്റെ പ്രബോധകരെ ചെയ്യേണ്ടത്. മറിച്ച് കാര്യത്തിന്റെ മർമ്മം അവർ മനസ്സിലാക്കണം. ഇസ്രായേല്യർ ഈജിപ്തിലെ ഭൂരിപക്ഷ സമുദായമായ കോറ്റുകളിൽ നിന്നും പല ശിർക്കൻ ആചാരങ്ങളും കടമെടുത്തത് കൊണ്ടാണ് തൗഹീദിന് നിരക്കാത്ത പല വിശ്വാസങ്ങളും അവരിൽ കടന്നുകൂടിയത് എന്നുള്ളതാണ്. കാലപ്പഴക്കം കൊണ്ടോ ബാഹ്യാന്തര ശക്തികളുടെ സമ്മർദ്ദം കൊണ്ടോ തൗഹീദിന് നിരക്കാത്ത പല വിശ്വാസങ്ങളും പാരമ്പര്യ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ സമൂഹത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കടന്നാക്രമണത്തിന്റെ ശൈലി സ്വീകരിക്കാതെ അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ അനുഗ്രഹങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ജനതയെ തിരുത്താനുള്ള ശ്രമമാണ് നമ്മുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, വിശ്വാസ ആചാര കാര്യങ്ങളിൽ മാത്രമല്ല സംസ്കരണം വേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക മുതലാളിത്ത ധാരാളിത്ത ലിബറൽ സംസ്കാരം ഈ സമുദായത്തെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. സ്കൂളുകളിൽ സൂംബ വിവാദത്തെ കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടതാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്കടക്കം ഒരുപാട് ലിബറൽ ആശയങ്ങൾ കടന്നു വരുന്ന ഒരു കാലം കൂടിയാണ് പുതിയ കാലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തെയും അത്തരം സംസ്കാരങ്ങളെല്ലാം സ്വാധീനിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതുകൊണ്ട് അത്തരം സംസ്കാരങ്ങളിൽ നിന്നെല്ലാം, ലിബറൽ മുതലാളിത്ത ധാരാളിത്ത സംസ്കാരങ്ങളിൽ നിന്നെല്ലാം ഈ സമുദായത്തെ വിമോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സംസ്കരണത്തിന്റെ ഇസ്ലാഹിന്റെ ഭാഗമാണ്. അതോടൊപ്പം ദൂർത്തും ദുർവ്യയവും എല്ലാ മേഖലയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം യുക്തിപൂർവമായ തിരുത്തലുകളും സംസ്കരണവും ആവശ്യമാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഈ ദൗത്യമാണ് ഇസ്ലാഹെ മുആശറ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ സംസ്കരണം എന്ന് പറയുന്നത്. പക്ഷേ സമുദായത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും ഐക്യവും തകർന്നു പോവാത്ത രീതിയിൽ ആ സംസ്കരണ പ്രവർത്തനങ്ങൾ, ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നിർവഹിക്കണമെന്നാണ് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഇസ്രായേലിൽ നിന്ന് കുറച്ചു കാലം വിട്ടുനിന്ന സാഹചര്യത്തിൽ സാമരിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പശുക്കിടാവിനെ ആരാധിക്കാൻ തുടങ്ങി. മൂസ പ്രവാചകൻ അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ കാണുന്ന രംഗം, പശുക്കിടാവിനെ ഒരു കൂട്ടം ഇസ്രായേലിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം കോപാകുലനായിക്കൊണ്ട് ഹാറൂൻ അലൈഹിസ്സലാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഹാറൂൻ അലൈഹിസ്സലാമിയെ താൽക്കാലിക ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടായിരുന്ന പ്രവാചകൻ മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയത്. പക്ഷേ ഹാറൂൻ നബി അലൈഹിസ്സലാമിയെ ചോദ്യം ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. കാരണം സാമരിയുടെ നേതൃത്വത്തിൽ പശുക്കിടാവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ എന്തേ നീ ചോദ്യം ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിയുടെ താടിക്കും തലക്കും പിടിച്ചു വലിക്കുമ്പോ പ്രവാചകൻ ഹാറൂൻ അലൈഹിസ്സലാം മൂസ പ്രവാചകൻ അലൈഹിസ്സലാമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ല സഹോദര, നീ എന്റെ താടിക്കും തലക്കും പിടിച്ച് വലിക്കരുത്, നീ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഇസ്രായേൽ മക്കളെ വേണ്ടുവോളം ഉപദേശിച്ചിട്ടുണ്ട്. ശിർക്കിലേക്ക് അവരെ കടന്നു പോവാതിരിക്കാൻ, തൗഹീദിൽ തന്നെ അവർ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അതീവ ജാഗ്രതയോടുകൂടെയുള്ള ഉപദേശം എന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ തന്നെ രണ്ടായി പിളർന്നു പോകുമോ എന്ന ആശങ്ക എനിക്കുണ്ടായി എന്നുള്ളതാണ്. നീ തിരിച്ചു വന്നാൽ നീ പറഞ്ഞേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി എന്ന് നീ പറഞ്ഞേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും കഴിവിന്റെ പരമാവധി സമുദായത്തിന്റെ ഐക്യത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ അത് നിർവഹിക്കണമെന്ന വളരെ കൃത്യമായ പാഠമാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടുകൂടി വ്യവസ്ഥ
വ്യവസ്ഥാപിതമായി മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം ഈ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോയപ്പോ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. ബനൂ ഇസ്രായേലിനെ നശിപ്പിക്കാൻ മൂസാ പ്രവാചകനിൽ അലൈഹിസ്സലാമിൽ വിക്ഷുടിച്ച മുഴുവൻ ആളുകളെയും നശിപ്പിക്കാൻ ഫറോവയും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും ഇസ്രായേലിയരുടെ പിന്നാലെ കൂടുന്ന ഒരു രംഗമുണ്ട്. ഫറോവയുടെ സൈന്യം തൊട്ടടുത്തെത്തുമ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികളായ ഇസ്രായേലിയർ ചോദിക്കുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിയുടെ പരാതി പറയുന്നുണ്ട്, മൂസ നാം പിടിക്കപ്പെട്ടത് തന്നെ. ഈ ഘട്ടത്തിൽ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം പറയാണ്, ഖാല കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ ഭയപ്പെടണ്ട, നിശ്ചയം എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്, എന്റെ രക്ഷിതാവ് എന്നെ രക്ഷപ്പെടുത്തും, എന്നെ നേർവഴിയിലാക്കും. സഹോദരങ്ങളെ, ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടാൻ അള്ളാഹു ഇസ്രായേലിയർക്ക് അവസരം നൽകി എന്നുള്ളതാണ്. ഫറോവയെ ചെങ്കടലിൽ നശിപ്പിച്ചു. 202 സെന്റിമീറ്റർ നീളമുള്ള ഫിറഔന്റെ അഥവാ റംസസ് രണ്ടാമന്റെ ഭൗതിക ശരീരം ചരിത്രത്തിലെ എല്ലാ ഏകാധിപതികൾക്കും പാഠമായി ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇന്നുമുണ്ട്. നീതിയും ധർമ്മവും സത്യവും ജയിച്ച ആ ദിനമായിരുന്നു മുഹറം 10 എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. മുഹറം 10 എന്തിന് നോമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ ആ നീതിയുടെ ദിനം സാക്ഷാത്കൃതമായതിന്റെ, മർദ്ദകനെതിരിൽ മർദ്ദിതൻ നേടിയെടുത്ത, അസത്യത്തിനെതിരിൽ സത്യം നേടിയെടുത്ത ആ വിജയത്തിന്റെ ആഘോഷ ദിനമാണ്, അനുസ്മരണ ദിനമാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂലുള്ള മദീനയിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറഅൽ യഹൂദ യസൂമു യൗമ ആശൂറ, അപ്പോഴതാ ജൂതന്മാര് ആശൂറ വ്രതമനുഷ്ഠിക്കുന്നു. മുഹറം 10 വ്രതമനുഷ്ഠിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? ഖാലു ഹാദാ യൗമുൻ സ്വാലിഹുൻ, അവർ പറഞ്ഞു ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇത് ബനൂ ഇസ്രായേലരെ അവരുടെ ശത്രുവിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിനമാണ്. ഫസ്വാമഹു മൂസ ശുക്രൻ ലില്ലാഹ്, മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വ്രതമെടുത്തു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും, മൂസയോട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. മുഹറം 10 മൂസ അലൈഹിസ്സലാമയെ ഫിറഔനിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ആ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ബനൂ ഇസ്രായേലിയർ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസയോട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്നത് ഞാനാണ്. ആശയപരമായി മൂസ അലൈഹിസ്സലാമയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് ഞാനാണ്. ഫസ്വാമഹു വ അമറ ബിസ്വിയാമി, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻ ബഖയതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നോമ്പെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹറം 9 10 നോമ്പെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന 6, 7 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ്, വരുന്ന 6, 7 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മുഹറം 9 10. കഴിയുന്ന ആളുകളെല്ലാം നോമ്പെടുക്കുക. സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 10 നോമ്പ്, അതിലൂടെ അല്ലാഹു തആല കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. കേവലം ഐച്ഛിക നോമ്പെടുക്കൽ മാത്രമല്ല, ഏകാധിപത്യ ഫാസിസ്റ്റ് സംവിധാനങ്ങളുടെ പരാജയത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടിയാണ് മുഹറം 10 നമ്മെ അനുസ്മരിക്കുന്നത്. സഹോദരങ്ങളെ, ദൗത്യ നിർവഹണം നടത്തുന്നവർക്ക് മൂസ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു തആല പ്രതീക്ഷ സമ്മാനിക്കുകയാണ്. വനുരീദു വന്നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർദി വനുരിയ ഫിർഔന വഹാമാന വജനൂദഹുമാ മാ കാനൂ യഹ്ദറൂൻ. ഖുർആൻ പറയാണ്, വനുരീദു വന്നമുന്ന അലല്ലദീന സ്തുദഇഫു, ദുർബല ജനവിഭാഗങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ദുർബലർ എന്നും ദുർബലരായി ചരിത്രത്തിൽ കഴിഞ്ഞുകൂടുക എന്നതല്ല ചരിത്രത്തിന്റെ നീതി എന്ന് പറയുന്നത്. ദൈവിക നീതി എന്ന് പറയുന്നത് ദുർബല സമൂഹങ്ങൾ നാളത്തെ ഭരണാധികാരികളായി ജേതാക്കളായി രംഗത്ത് വരുമെന്ന് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിയുടെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ പറയാണ്, വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദഇഫു, ദുർബല ജനവിഭാഗങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ, അവരെ ഭൂമിയുടെ ജേതാക്കന്മാരും അവരെ ഭൂമിയുടെ നായകന്മാരും ഭൂമിയുടെ
ഗാമികളുമാക്കി മാറ്റണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മാ കാനൂ യഹ്ദറൂൻ, ഫിർഔനുമാരും ഹാമാന്മാരും ഭയപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ആ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഭൂമിയിൽ യാഥാർത്ഥ്യമാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിലെ ഒരേ ഒരു ഫിർഔനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, അഭിനവ ഫിർഔനുമാർ പലപ്പോഴും ലോകത്ത് രംഗപ്രവേശം ചെയ്യുന്നതാണ്. അത് സാമ്രാജ്യത്വത്തിന്റെ രൂപത്തിൽ, അത് സയനിസത്തിന്റെ രൂപത്തിൽ, അത് ഫാസിസത്തിന്റെ രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഈ സയനിസ്റ്റ്, ഫാസിസ്റ്റ്, സാമ്രാജ്യത്വ ആധിപത്യങ്ങളെല്ലാം ലോകത്തിൽ എന്നെന്നും നിലനിൽക്കാനുള്ളതാണെന്ന് ആരും ധരിക്കണ്ട. ദുർബല ജനവിഭാഗങ്ങൾക്ക് അധികാരം ലഭിക്കുന്ന, അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ടെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമിയുടെ ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് സഹോദരങ്ങളെ നമ്മെ ഉണർത്തുകയാണ്. ലോകത്തെ വൻ ശക്തി എന്ന് ബിംബ പറയുന്ന ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ തോൽപ്പിക്കാൻ ആരുമില്ലെന്നാണ് പറയാറുണ്ടായിരുന്നത്. ആ ഇസ്രയേൽ മുട്ടുമടക്കി എന്നുള്ളതാണ്. ആരുടെ മുമ്പിൽ മുട്ടുമടക്കി? ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ കൂടെ സാമ്രാജ്യത്വ അധിപനായ, വില്ലനായ, ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി സരസമായി പറഞ്ഞാൽ കോമാളിയായ അമേരിക്ക കൂടി ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യത്വം കൂടെ ഉണ്ടായിട്ടും സയനിസത്തിന് ഇറാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ആധുനിക കാലം നമ്മോട് പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ദുർബല ജനവിഭാഗങ്ങൾ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് നടന്നെടുക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമിയുടെ ചരിത്രത്തെ സാക്ഷിയാക്കി ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടുകൂടി പണിയെടുക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദൗത്യ നിർവഹണം നടത്തുവാൻ നമുക്ക് സാധ്യമാവണം. ഒന്നാമത്തെ ദൗത്യം ഈ രാജ്യത്തിന് മുഴുക്കയും ഇസ്ലാമിന്റെ സന്ദേശം വളരെ കൃത്യമായി, മനോഹരമായി, വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ സംസ്കരിക്കുക. ഖൈറു ഉമ്മ, ഏറ്റവും ഉത്തമ സമൂഹം എന്ന നിലയിലേക്ക് ഈ സമുദായത്തെ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഫറോവയുടെ ആധിപത്യത്തിൽ നിന്ന് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം ഇസ്രയേലിനെ ബോധിപ്പിച്ചതുപോലെ രാജ്യത്തെ മർദ്ദിത, പീഡിത ജനവിഭാഗങ്ങളുടെ വിമോചനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഈ മൂന്ന് ദൗത്യങ്ങളും നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.